ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. എല്ലാവർക്കും കൃഷ്ണാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ചക്ക വെച്ചിട്ടുള്ള ഒരു ഉള്ളിവടയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിലേക്കായിട്ട് ആവശ്യമായിട്ടുള്ളത് കടലപ്പൊടി വേണം, കടലമാവ് ഒരു സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. കടലപ്പൊടി ഇത്രയും അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അര സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. പിന്നെ ഇതിലേക്ക് അറിയാമല്ലോ, ചക്ക ഉള്ളതുകൊണ്ട് ചക്ക ഞാനിവിടെ ചെറിയ പീസായി നീളത്തിൽ എടുത്തിട്ടുണ്ട്. ഒരു സവോള, സാമാന്യം വലിയ സവോള തന്നെ നൈസായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളവും ഉപ്പുമൊക്കെ ആവശ്യത്തിന് വേണം. ഞാൻ ഈ മാവൊന്ന് കലക്കിയിട്ട് വരാം. ഞാൻ മാവും സവോള, പച്ചമുളക്, ചക്ക, പിന്നെ 2 സാധനം ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കായപ്പൊടിയും കറിവേപ്പിലയും ഇതെല്ലാം കൂടി ചേർത്ത് ഞാനിവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് പാൻ വെച്ചിട്ട് എണ്ണ, ഞാനിവിടെ രുചി ഗോൾഡ് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഓരോ സ്പൂണായിട്ട് മാവ് കോരി വെച്ചിട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ഓരോന്നായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അത് ഒരു വശം വെന്ത് വരുമ്പോൾ മറിച്ചിട്ട് മറുവശം കൂടി വേവിച്ചെടുക്കണം. അങ്ങനെ ഞാനിതെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് വരാം. നമ്മുടെ ജാക്ക് ഫ്രൂട്ട് അഥവാ ചക്ക ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം കഴിച്ചു നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ട്. അതായത് ചക്കയുടെ ഒരു ഇളം മധുരവും കൂടി ചേർന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇപ്പോൾ എന്തായാലും ചക്കയൊക്കെ മഴ പെയ്ത് മിക്കവരുടെ വീടുകളിൽ ഇങ്ങനെ വെള്ളമൊക്കെ കയറി മധുരം നഷ്ടപ്പെട്ട് കഴിക്കാനും നമുക്ക് ബുദ്ധിമുട്ടായിട്ടിരിക്കും, അത് മധുരം കുറവായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ 4 മണിക്ക് പലഹാരമായിട്ട് കഴിക്കാവുന്നതാണ്. ഓക്കെ, thank you for watching.